Hello everyone and welcome back to our class on retirement of partner in partnership accounts. So last class admission retirement of partner. അതായത് ഓൾറെഡി ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൽ ഒരാളോ ഒന്നിൽ കൂടുതൽ ആൾക്കാരോ ആ പാർട്ട്ണർഷിപ്പ് വിട്ടിട്ട് പോവുകയാണ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഡെത്ത്, എനി അതർ റീസൺ. ചിലപ്പോൾ അയാൾക്ക് ഇനി ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അയാൾ ഏജ്ഡ് ആയി തോന്നുകയാണ്, അയാൾക്ക് അത്രയും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യണം, വാട്ട് എവർ ബി ദ റീസൺ, അയാൾ പാർട്ട്ണർഷിപ്പ് തീരുന്നതിന് മുൻപ്, നോട്ട് ബിക്കോസ് ഓഫ് ഡെത്ത് ഓൾസോ, അയാൾ ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ക്ലോസ് ചെയ്ത് പോകുന്നതിനെയാണ് റിട്ടയർമെന്റ് ഉദ്ദേശിക്കുന്നത്. റിട്ടയർമെന്റ് ഡസൻ മീൻ ജസ്റ്റ് അറ്റൈനിങ് ദാറ്റ് ഏജ് ഓഫ് റിട്ടയർമെന്റ് ഇൻ അവർ നോർമൽ പാർലൻസ്. നമ്മൾ പറയുന്ന റിട്ടയർമെന്റ് ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ 56 വയസ്സ് അങ്ങനെയല്ല. പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പാർട്ട്ണർ മരണം അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അയാൾ ഈ പാർട്ട്ണർഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞു പോകുന്നതിനെയാണ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. എന്തുകൊണ്ട്? നോട്ട് ബിക്കോസ് ഓഫ് ഡെത്ത് എന്ന് സ്പെസിഫിക്കലി പറയുന്നത്, ബിക്കോസ് ഡെത്ത് ഓഫ് എ പാർട്ട്ണറുടെ കേസിൽ കുറച്ച് അഡീഷണൽ ട്രീറ്റ്മെന്റ്സ്, കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണ്, വിച്ച് ഓൾസോ വി വിൽ ബി ടേക്കിംഗ് അപ്പ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. സോ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ ഇസ് നത്തിങ് ബട്ട് ലീവിംഗ് എ പാർട്ട്ണർഷിപ്പ് ഫേം. സോ അങ്ങനെയാണെങ്കിൽ again the concept of sacrificing partner and gaining partner will arise. But in the case of retirement, when one partner leaves the partnership firm, sacrifice ചെയ്യുന്നത് mostly a leaving partner ആയിരിക്കും. ഗെയിൻ ചെയ്യുന്നതോ ബാക്കി എക്സിസ്റ്റിംഗ് ആയിരിക്കും. കാരണം പോകുന്ന ആളുടെ ഷെയറും കൂടെ ബാക്കിയുള്ള ഷെയർ പാർട്ട്നേഴ്സിന് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ കോൺസെപ്റ്റ് സെയിം ആണ്, കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. ഇതിനു മുൻപ് പഠിച്ച അഡ്മിഷനിൽ പുതിയൊരാള് ഫേമിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇനി റിട്ടയർമെന്റിലോ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരാള് ഫേമിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ കുറച്ച് ട്രീറ്റ്മെന്റുകൾ വ്യത്യാസം വരും. റിട്ടയർമെന്റിന്റെ കേസിൽ അപ്പോൾ ഒരാള് പാർട്ട്ണർഷിപ്പ് ഉപേക്ഷിച്ച് വെളിയിലേക്ക് പോകുമ്പോൾ അയാൾ ഇത്രയും നാളും ഇൻവെസ്റ്റ് ചെയ്ത പൈസ എല്ലാം കൂടെ നമ്മൾ അയാൾക്കാണ് കൊടുത്തു വിടേണ്ടത്, അല്ലേ? ദാറ്റ് ഈസ് വൺ സ്പെഷ്യാലിറ്റി. സാക്രിഫൈസ് ചെയ്യുന്നത് ഈ പോകുന്ന ഈ പാർട്ട്ണർ ആയിരിക്കും, ഗെയിൻ ചെയ്യുന്നത് ബാക്കിയുള്ളവരുമായിരിക്കും. അപ്പോൾ ഈ ഗുഡ് വില്ലിന്റെ എഫക്റ്റ് ഒക്കെ ഗെയിനിങ് പാർട്ട്ണറിനും സാക്രിഫൈസിങ് പാർട്ട്ണറിനുമാണ് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പൊ സാക്രിഫൈസിങ് പാർട്ട്ണർ ഈ കേസിൽ ആരാണ്? നമ്മൾ പറഞ്ഞു റിട്ടയർ ചെയ്യുന്ന ആൾ. അപ്പോൾ അയാളുടെ അക്കൗണ്ടിലേക്കായിരിക്കും അല്ലെങ്കിൽ ക്യാപിറ്റലിലേക്കായിരിക്കും ക്രെഡിറ്റ് വരുന്നത്. ഗെയിൻ ചെയ്യുന്ന പാർട്ട്നേഴ്സ് പഴയ പാർട്ട്നേഴ്സ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർ, അവർക്ക് ബുക്സിൽ അപ്പോൾ ക്യാപിറ്റലിൽ ഒരു ഡെബിറ്റ് ആയിരിക്കും. അങ്ങനെ ലോജിക്കലി നമുക്ക് മനസ്സിലാകാവുന്ന കുറച്ച് ചേഞ്ചസ് മാത്രമാണ് റിട്ടയർമെന്റിന്റെ കേസിൽ പഠിക്കാൻ ഉള്ളത്. Gaining ratio, sacrificing ratio, conceptually it's same, but it is not somebody who is bringing in capital but already invest ചെയ്ത ക്യാപിറ്റലും അയാൾ നേടിയെടുത്ത പ്രോഫിറ്റിന്റെ അയാളുടെ പെർസെൻറ്റേജും എല്ലാം നമ്മൾ അയാൾക്ക് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റിസർവ് അല്ലെങ്കിൽ ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ ആ ഇവന്റ് നടക്കുന്നെന്നുള്ള റിസർവ് എല്ലാം അഡ്മിഷന്റെ കേസിൽ പഴയ പാർട്ട്നേഴ്സിന് കൊടുക്കാൻ നമ്മൾ പറയുന്നു, അല്ലേ? That is because പുതിയ അഡ്മിറ്റിംഗ് പാർട്ട്ണറിന് അതിന്മേൽ ഒരു അവകാശമില്ല, അയാളുടെ എഫേർട്സ് കൊണ്ടൊന്നും അല്ല വന്നത്. പക്ഷെ റിട്ടയർമെന്റിന്റെ കേസിലും ആ പാർട്ട്ണറിന്റെയും കൂടെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ റിസർവ് അക്കൗണ്ട് വന്നത്. അപ്പോൾ റിട്ടയർമെന്റിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടയറിംഗ് പാർട്ട്ണറിന് ഉൾപ്പെടെ ഉള്ളവർക്കാണ് ഈ റിസർവ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു കേസിൽ അല്ലെ റിട്ടയർമെന്റിന്റെ കൂടെ പുതിയൊരാൾ അഡ്മിറ്റും ചെയ്യുന്നുണ്ടെങ്കിലോ അഡ്മിഷൻ ആയിട്ടുള്ള ആൾക്ക് പ്രോഫിറ്റ്സ് റിസർവ്സ് കൊടുക്കരുത്, റിട്ടയറിംഗ് പാർട്ട്ണറിന് കൊടുത്തുവിടും. ലോജിക്കലി ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെ റീവാലുവേഷൻ ഇവിടെയും പ്രിപ്പയർ ചെയ്യാം. ബിക്കോസ് അറ്റ് ദ ടൈം ഓഫ് എ പേഴ്സൺ ലീവിംഗ് എ പാർട്ട്ണർഷിപ്പ് ഫേം റീവാലുവേഷൻ നടക്കണം. കാരണം അത്രയും നാളും അയാളുടെ എഫേർട്ട് കൊണ്ട് കൂടിയാണ് ഓരോ അസറ്റും ലയബിലിറ്റിയും കൂടുകയും കുറയുകയൊക്കെ ചെയ്തത്, അല്ലേ? അപ്പോൾ റിവാലുവേഷന്റെ ലാഭവും നഷ്ടവും അയാൾക്കും കിട്ടണം, അയാൾ പോകുന്നതിന് മുൻപ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ഇയാൾക്ക് പൈസയായിട്ട് തിരിച്ച് കൊടുക്കുന്നത്. ആൻഡ് കൊടുത്തു വിടുമ്പോൾ we have few options. One is to pay entire amount due to him in one single lot. Pay entire amount from his capital. പക്ഷെ entire amount in his capital എന്ന് പറയുന്നത് അറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൾറെഡി ഉള്ള ഓപ്പണിങ്ങിന്റെ ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസും റീവാലുവേഷൻ വഴി വരുന്ന ലാഭവും നഷ്ടവും ഗുഡ് വില്ലിന്റെ എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ജനറൽ റിസർവ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളുടെ ക്യാപിറ്റലിന് ഒരു ക്ലോസിംഗ് ബാലൻസിലേക്ക് നമ്മൾ അറിയും. ആ ക്ലോസിംഗ് ബാലൻസ് ആണ് നമ്മൾ അയാൾക്ക് റിട്ടയർ ചെയ്യുമ്പോൾ കൊടുത്തു വിടേണ്ടത്. അയാളുടെ ഇൻവെസ്റ്റ്മെന്റും അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് വഴി ബിസിനസ് നേടിയ ലാഭവും നഷ്ടവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തു വിടും. ഒന്നെങ്കിൽ അത് ഒറ്റ ഒരു ലോട്ടായിട്ട് അപ്പോൾ തന്നെ പേ ചെയ്ത് പോകാം. അല്ലാന്നുണ്ടെങ്കിലോ we can transfer it as a loan.
അതായത് അയാൾ ക്യാപിറ്റലായിട്ട് ഇത്രയും നാളും തന്നതും ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കൂടെ കഴിഞ്ഞിട്ടുള്ള ക്ലോസിംഗ് ബാലൻസ് നമ്മൾക്ക് ഒരു ലോണിനെ പോലെ ട്രീറ്റ് ചെയ്യാം. ഇമ്മീഡിയറ്റ്ലി നമ്മൾ അയാൾക്ക് കാശ് കൊടുക്കില്ല, പക്ഷെ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾക്ക് തന്ന ഒരു അഡീഷണൽ കടമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പൊ കടമായിട്ട് ട്രീറ്റ് ചെയ്താൽ we will in the sense the partnership firm will have to pay interest on that loan, treating it as an outsider loan. കാരണം once he retires he is an outsider, so അയാൾ തന്ന ലോണും ഒരു ഔട്ട്സൈഡ് ലോൺ പോലെ നമ്മൾക്ക് അതിന് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി മുഴുവൻ എമൗണ്ടും ലോൺ ആക്കണമെങ്കിൽ ഹാഫ് ക്യാഷ് ആയിട്ട് അപ്പം തന്നെ കൊടുത്തു വിടണം, ബാക്കിയായിരിക്കും ലോൺ ആക്കേണ്ടത്. അങ്ങനെ ട്രീറ്റ്മെന്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ലോണായിട്ടും വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി ലോണായിട്ട് അങ്ങനെ കിടന്നിട്ട് പേയ്മെന്റ്സ് കൊടുക്കുന്ന ആസ് എൻ ആനുവിറ്റി ഇയാളുടെ മരണശേഷം ഇയാളുടെ ലീഗൽ ഹെയറിന് കൊടുക്കുന്നത് പോലെയും ആവാം. സോ ഓൾ ദോസ് ട്രീറ്റ്മെന്റ്സ് വിൽ ബി ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. Now if it's a loan, if it's paid fully, എന്തായിരിക്കും എൻട്രി? ക്യാപിറ്റലാണ് ബാലൻസ് ഉള്ളത്. ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പേ ചെയ്യുമ്പോൾ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക, ബാങ്കിനെയോ ക്യാഷിനെയോ ക്രെഡിറ്റ് ചെയ്യുക. ലോൺ ആയിട്ട് മാറ്റുകയാണെങ്കിലോ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യണം. ഇറ്റ് ഇസ് നോ ലോങ്ങർ എ ക്യാപിറ്റൽ ബിക്കോസ് ഇറ്റ് ഇസ് നോ ലോങ്ങർ എ പാർട്ട്ണർ. എന്നിട്ട് കാശായിട്ട് കൊടുക്കുന്നത് ബാങ്ക് വഴി പേയ്മെന്റും അല്ലെ ക്യാഷ് ആയിട്ട് പേയ്മെന്റും, ബാക്കി നമ്മൾ ലോൺ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ആയിട്ടും കാണും. ഇങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് വരാൻ പോകുന്നത്. സോ മൈന്യൂട്ട് ഡിഫറൻസസ് ഫ്രം അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. And finally we have to learn another concept called JLP, joint life policy, which we will take up in detail. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്റ്റഡി മെറ്റീരിയൽ എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യില്ല. മേ ബി 1 or 2 questions based on that നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി. നമ്മൾ അഡ്മിഷന്റെ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. റിട്ടയറിംഗ് പാർട്ട്ണറിന് ഉൾപ്പെടെ വേണം പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ സാക്രിഫൈസിങ് ഗെയിനിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് സെയിം ആയിരിക്കും. പക്ഷെ ഗുഡ്വില്ലിന്റെ ഷെയർ കൊടുക്കേണ്ടത് സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണറായ ജനറലി റിട്ടയറിംഗ് പാർട്ട്ണറിന്. അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകൾ മാത്രമാണ്. സോ ലെറ്റ് us take up some questions from this. So let's take up profit sharing ratioന്റെ 1-2 questions ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യും. Case 1 from page number 8.81. Alok Bhaskaran, A, B and C are partners sharing in ratio 3:2. Calculate new ratio if Alok retires. ഒന്നും പറയുന്നില്ല, അലോക് റിട്ടയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത് റേഷ്യോ ആയിരിക്കും ഒന്നും തന്നെ പറയുന്നില്ല. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതോ ഗെയിനിങ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ ഒന്നും തന്നെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോ 3:2:1 ആണ് അല്ലേ? അതിൽ ഒരാൾ റിട്ടയർ ചെയ്യുമ്പോഴുള്ള ചേഞ്ചിനെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ we will consider in such a case that ബാക്കി 2 പാർട്ട്നേഴ്സ് ഇതിന് മുൻപ് ഉണ്ടായിരുന്ന റേഷ്യോ ബേസിൽ തന്നെ നമ്മൾ അവർക്ക് ഷെയർ കൊടുക്കും. അതായത് എക്സാമ്പിൾ ആയിട്ട് A, B and C old profit sharing ratio, imagine this was 5:3:2. B retires എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനെയാണ് പുതിയ ഷെയർ വരാൻ പോകുന്നതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും ഇല്ലെങ്കിൽ we can see A and C will have new profit sharing ratio taken from the old ratio itself. അതിൽ ഓൾഡ് റേഷ്യോയിൽ ബി ഒഴികെയുള്ള ഈ എ ആൻഡ് സിയുടെ റേഷ്യോ അവർ തമ്മിൽ എത്രയായിരുന്നു ആ റേഷ്യോ ആയിരിക്കും അവരുടെ പുതിയ റേഷ്യോ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് 5:2. ഡിനോമിനേറ്ററിൽ അതായത് റേഷ്യോ ഫ്രാക്ഷൻ ആക്കി ഒന്ന് കൺസിഡർ ചെയ്യേണ്ട റേഷ്യോ 5:3:2 റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ റേഷ്യോ എടുത്ത് മാറ്റിയാൽ ബാക്കിയുള്ളവർ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യും ആസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതാണ് one case. And then we have A, B and C are partners sharing in ratio 3:2:1. A retires and his share is taken over by the remaining partners as follows. B takes 2/6 from A, C takes 1/6 from R. അങ്ങനെ സ്പെഷ്യലി പറയുന്നുണ്ട് എയും ബിയും ബിയും സിയും എങ്ങനെയാണ് ഏത് ഷെയർ എടുക്കുന്നത്. അത് നമ്മൾക്കൊന്ന് പെട്ടെന്ന് നോക്കാം. A, B and C, that was 3:2:1. And B takes 2/6 from A. So B യുടെ old share എത്രയാണ്? Old share that was 2/6. അതിൻ്റെ കൂടെ A യുടെ കയ്യിൽ നിന്ന് B takes 2/6 from A എന്നാണ് പറഞ്ഞത്. That means 2/6 add ആകും. B യുടെ old ഷെയറിലേക്ക് ഈ 2/6 എന്താണ്? എയുടെ കയ്യിൽ നിന്ന് വന്ന ഗെയിൻ. ഫോർ എ ഇറ്റ്സ് എ സാക്രിഫൈസ്, ഫോർ ബി കണ്ടിന്യൂയിങ് പാർട്ട്ണർ ഇറ്റ്സ് എ ഗെയിൻ. സോ therefore we can say
4/6. Sorry, old share is the new share. Formula. What about C's new share? His old share was 1/6 plus he gets 1/6 from R. So therefore 2/6. And therefore B and C തമ്മിലുള്ള share of profit എത്രയാണ്? 4:2, which is nothing but 2:1. Yeah. So ഇങ്ങനെ ഓരോ രീതിയും സിറ്റുവേഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻ വരുന്ന അനുസരിച്ച് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കും. മൂന്നാമത്തേത് അവർ പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. Tasha retires. D, T and H. Deepu, Tasha and Hani are partners. 3:2:1. Tasha retired and his share was acquired by Deepu and Hani in the ratio of 2:1. അതായത് താഷയുടെ ഷെയർ ഒരു എക്സാമ്പിളോടെ നമ്മൾക്ക് എടുക്കാം. Tasha and Hani 3:2:1. Then Tasha retires and Tasha's share was taken over by Deepu and Hani in 2:1 ratio. അപ്പോൾ these gain എത്രയാണ്? ഗെയിൻ എന്ന് വെച്ചാൽ താഷയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. താഷയുടെ ഷെയർ വാസ് 2/6. അതിനെ അവർ ഏറ്റെടുക്കുന്നത് ഇൻ റേഷ്യോ 2:1 എന്നാണ്. അതായത് ഇൻടു 2/3. 4/8. Gain അല്ല, 4/18 ആണ് gain. What about H, Honey's gain? Tasha's share 2/6 is Tasha's share, that is taken over in 1:2:1 ratio. Therefore 2/8. So ഇതാണ് ഇവരുടെ gain. അപ്പോൾ ഇവരുടെ gain ഈ 4:2 എന്നുള്ള രീതിയിലാണെങ്കിൽ what is D's new share? Deepu's new share. Already existing old ഷെയറിലേക്ക് ഈ gain ആഡ് ചെയ്യുക. So therefore we can say 9 plus 13. So Tasha and Hani, Deepu and Hani. So Deepu and Hani share is going to be 13:8. The new profit sharing ratio. In such ways, question വരുന്ന അനുസരിച്ച് നമ്മൾ അഡ്മിഷനിൽ പഠിച്ചതുപോലെ തന്നെ എടുക്കുക. പക്ഷെ ഇവിടെ സാക്രിഫൈസിങ് അല്ല ഗെയിനിങ് ആയിരിക്കും വരുന്നത്. അപ്പോൾ മൈനസ് ചെയ്യുന്നതിന് പകരം ആഡ് ആണ് ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ഇനി റിസർവിന്റെ കാര്യം ഒരു പോയിന്റും കൂടെ പറയാം. റിസർവ് നോർമലി ഷുഡ് ബി ഗിവൺ ടു എവറി പാർട്ട്ണർ, ബട്ട് സംടൈംസ് since the old partners are going to continue, പുതിയ ഒരാൾ അഡ്മിറ്റും ചെയ്യുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന ബാക്കി പാർട്ട്നേഴ്സിന് തീരുമാനിക്കാം റിസർവ് നമ്മൾ ബുക്സിൽ തന്നെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗുഡ് വില്ലിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും റിസർവിനെ ട്രീറ്റ് ചെയ്യുന്നത്. മീനിങ് ടു സേ, ഇമാജിൻ റിസർവ് ആയിട്ട് ബുക്സിലുള്ളത് 18,000 ആണെന്ന് വെക്കുക. ആൻഡ് എ ബി സിന്റെ റേഷ്യോ 3:2:1. ഇതിൽ ബി ആണ് റിട്ടയർ ചെയ്യുന്നതും അസ്യൂം ചെയ്തോളുക. ഐഡിയൽ സിറ്റുവേഷൻ നമ്മൾ റിസർവ് എല്ലാം ഓരോരുത്തരുടെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇവന്റ് റിട്ടയർമെന്റ്. പക്ഷെ സംടൈംസ് ദ പാർട്ട്നേഴ്സ് ക്യാൻ അഗ്രി ടു സ്റ്റിൽ കണ്ടിന്യൂ റിസർവ് ആൻഡ് ബുക്സ് അറ്റ് 18,000. അപ്പോൾ അങ്ങനെ ആയത് കാരണം ബിക്ക് എന്തെങ്കിലും നഷ്ടം വരുമെന്നാണോ? അല്ല, ബിക്ക് ഗുഡ് വില്ലിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അതായത് ബാക്കി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ബിയുടെ ക്യാപിറ്റലിലേക്ക് റിസർവ് വഴി കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് കൊടുക്കാമെന്ന് പറയുന്നു. ആൻഡ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് വിൽ ബെയർ ദാറ്റ് ആസ് എ ലോസ്, ആസ് എ സാക്രിഫൈസ് അല്ലെങ്കിൽ ഗെയിനിന് പകരമായിട്ട് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ആയിട്ട് അവർ ട്രീറ്റ് ചെയ്തു. സോ ഇവിടെ ബിയുടെ ഷെയർ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ബി റിട്ടയറിംഗ് പാർട്ട്ണറിന് ഇവർ തീരുമാനിക്കുകയാണ് റിസർവ് അക്കൗണ്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, നോട്ട് ഗോയിങ് ടു ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ട റിസർവ് എന്ന് പറഞ്ഞ് ലെഡ്ജറും വേണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എൻട്രി ഇടാൻ പോകുന്നത്? ബി ഷുഡ് ഗെറ്റ് ഹൗ മച്ച് ഷെയർ ഓഫ് റിസർവ്? 18,000 2/6 ആണ് ബിക്ക് കിട്ടേണ്ടത്. ദാറ്റ് ഇസ് 6,000 rupees. സോ ഈ 6,000 rupees ബിയുടെ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് വരണം അല്ലേ? ജനറൽ കേസിൽ റിസർവ് വഴി ക്രെഡിറ്റ് വരും. ഇവിടെ ഗെയിനിങ് പാർട്ട്നേഴ്സ് ആസ് കോമ്പൻസേഷൻ നടത്തും. ജസ്റ്റ് ലൈക്ക് യു ഡു ഫോർ ഗുഡ് വില്ലിന്റെ കേസ്. റിസർവ് അത് ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി പറയും. അങ്ങനെ വരുന്ന കേസിൽ മാത്രം ഈ 6,000 ആൻഡ് ദാറ്റ് ദേ വിൽ ബെയർ ഇൻ ദ ഗെയിനിങ് റേഷ്യോ. whatever gain they have earned due to be retired, ആ ഗെയിനിങ് റേഷ്യോയിൽ ഗുഡ് വില്ലിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവർ
split നമ്മുടെ ക്യാപിറ്റലിൽ ഡെബിറ്റിലേക്ക് എടുത്തു. Yeah, so let us take up one problem from retiring partners question. Memorandum revaluation, all those things are going to be same. Let's take up illustration number 2. F, G and K were partners sharing profits and losses in ratio 2:1. K wants to retire on 31st December 2015. Given below is the balance sheet of the partnership as well as other information. Capitals and liabilities. F and G agree to share profits and losses at the ratio of 3:2 in future. Value of goodwill is taken to be 50,000. Sundry fixed assets are revalued upward by 30,000. Inventory is 10,000. Bills receivable dishonored 5,000 on 31/12/2015 but not recorded in books. Dishonor of bill was due to insolvency of customer. F and G agreed to bring sufficient cash to discharge claim of K and to make the capital proportionate. Also, they wanted to maintain 75,000 bank balance for working capital. Pass necessary journal entries and draft the balance sheet of F and G. Also prepare capital accounts of partners and balance sheet of Messrs. F and G after K's retirement. ഇപ്പോൾ Kയുടെ റിട്ടയർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് ഒരു റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തും ചെയ്യാം, അല്ലാതെ ഇവിടെ ജേർണൽ എൻട്രി ചോദിച്ചിരിക്കുന്നത് കാരണം വി ക്യാൻ ഗോ ഹെഡ് വിത്ത് ജേർണൽ എൻട്രി. സെയിം ആണ് ലെഡ്ജർ പോസ്റ്റ് ചെയ്താലും വന്നാൽ. ഇനി റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറിന് എന്തെല്ലാം കിട്ടണം? റിസർവ് ഓൾറെഡി ഉണ്ട്, റിസർവിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അതായത് റിസർവ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എന്നൊന്നും പറയാത്ത സ്ഥിതിക്ക് നമ്മൾ സാധാരണ ട്രീറ്റ്മെന്റ് പോലെ എല്ലാ പാർട്ട്നേഴ്സിനും ഇത് കൊടുക്കുകയാണ്. എല്ലാ പാർട്ട്ണറും ഇൻക്ലൂഡിംഗ് ദ പാർട്ട്ണർ ഇസ് ഗോയിങ് ടു റിട്ടയർ. സോ റിസർവ് 50,000 ആണ്. സോ 50 അല്ല, ഇറ്റ് ഈസ് 10,000 ആക്ച്വലി. കുറച്ച് അലൈൻമെന്റ് പ്രശ്നമാണ്. എഫിന്റെ ക്യാപിറ്റൽ ആണ് 1,20,000. സോ റിസർവ് 10 ആണ്. ആൻഡ് old ratio was 2:1. So the first journal entry is going to be retirement chapter. First journal entry വരുന്നത് ഈ റിസർവ് ട്രാൻസ്ഫർ. റിസർവിന് ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു എഫ്, ജി ആൻഡ് കെ എല്ലാവർക്കും ഇതിന്റെ ഷെയർ കിട്ടണം. And the ratio is 2:1. So 2/5, 2/5 and 1/5. So we can see 4,000, 4,000 and 2,000. Then റിട്ടയർമെന്റ് സംഭവിക്കുമ്പോൾ അത് കൊടുക്കണം. പിന്നെ നമ്മൾ ഗുഡ് വില്ല് ഓഫ് ദ ഫേം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഡ് വില്ലിന്റെ ഒരു ഭാഗവും ആർക്ക് കിട്ടണം? കേക്കും കിട്ടണം. കാരണം അയാളുടെ എഫേർട്ടിനും കൂടെ ഫലമായിട്ടാണ് ഈ ഗുഡ് വില്ല് വന്നത് അല്ലേ. സോ അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ല് ഈ ഗെയിനിങ് പാർട്ട്നേഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. സോ അതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഗെയിനിങ് റേഷ്യോ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഓർ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് കണ്ടുപിടിക്കണം. സോ ലെറ്റ് us compute that. വർക്കിംഗ് നോട്ട് നമ്പർ 1 ആയിട്ട് ഗെയിനിങ് റേഷ്യോ എന്ന് കണ്ടുപിടിക്കാം. കെ ആണ് റിട്ടയർ ചെയ്യുന്നത്. എയുടെ ഗെയിനിങ് റേഷ്യോ എത്രയാണ്? കെയുടെ പഴയ ഷെയർ 2/5 ആണ്. എഫിന്റെ പഴയ ഷെയർ 2/5 ആണ് ആൻഡ് പുതിയ ഷെയർ 3/5. സോ ഗെയിൻ എന്ന് വെച്ചാൽ പുതിയ ഷെയർ ആയിരിക്കും കൂടുതൽ അല്ലേ, 3/5. സോ therefore we can say his gain is 1/5. What about G? His previous share was 2/5. Previous share was 2/5 and new share is also going to be 3:2 ratio il nokkumbol 2/5. This is new share, this is old share, which means G is not getting any gain because of K retiring. Appo K retire cheyyunninte muluvan benefit markana kittunnathu? F inaanu kittunnathu. So F maatrana gaining partner. Ini anganeyanengil what is goodwill of or what is goodwill treatment? Goodwill of the firm നമ്മൾക്ക് കിട്ടി, അല്ലെങ്കിൽ തന്നിട്ടുണ്ട്, കിട്ടിയതല്ല തന്നിട്ടുണ്ട്. ഗുഡ്വിൽ ഓഫ് ഫേം എല്ലാവരുടെയും കൂടെ ചേർത്ത് ഗുഡ്വിൽ 50,000. അങ്ങനെയാണെങ്കിൽ റിട്ടയർ ചെയ്യുന്ന കെയുടെ മാത്രം ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയായിരിക്കും? 50,000 ഇൻറ്റു അയാളുടെ സാക്രിഫൈസ്. അയാളുടെ സാക്രിഫൈസ് എന്താണ്? അയാൾക്ക് പണ്ടുണ്ടായിരുന്ന ഷെയർ 1/5 ആണ്. അത് മുഴുവനുമാണ് വേണ്ടാന്ന് വെക്കുന്നത്. സോ ഫുൾ 1/5 is his
ലോസ് അല്ലെ സാക്രിഫൈസ്. സോ അതിനാണ് നമ്മൾ കോമ്പൻസേഷൻ. സോ 10,000 രൂപയാണ് കെയുടെ ഷെയർ. ഈ 10,000 രൂപ ആരാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്? ഗെയിനിങ് പാർട്ട്ണർ ഇൻ ഗെയിനിങ് റേഷ്യോ. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഗെയിനിങ് പാർട്ട്ണർ അല്ലെ റേഷ്യോ ഇല്ല, ഒറ്റ ഒരാളാണ് ഗെയിൻ. അപ്പൊ മുഴുവനും എഫ് കോമ്പൻസേറ്റ് ചെയ്യണം. സോ എഫ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു കേസ് ക്യാപിറ്റൽ റിട്ടയർ ചെയ്യുന്ന പാർട്ടിക്ക് ഇതിന്റെ ബെനിഫിറ്റ് നമ്മൾ കൊടുക്കണം 10,000 രൂപ. ഗുഡ്വിൽ ആൻഡ് വർക്കിംഗ് നോട്ട് നമ്പർ 1 and 2 put together അങ്ങനെ വേണമെങ്കിൽ എഴുതും. ഫുള്ളി ബോൺ ബൈ. ഇനി അടുത്തത് നമ്മൾക്ക് ഓരോ അസറ്റ് ആൻഡ് ലൈബിലിറ്റി റീവാലുവേഷന് തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റും. ഇവിടെ കുറെ അടുത്ത് റീവാലുവേഷന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പേര് മാത്രമാണ്. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ദ സെയിം ലെഡ്ജർ. സോ റീവാലുവേഷനിലേക്കുള്ള എൻട്രീസ് ആണ്. സൺട്രി അസറ്റ്സ് ആർ റീവാല്യൂഡ് അപ്വേർഡ് ബൈ 30,000. അപ്പോൾ അതിന്റെ അർത്ഥം റീവാലുവേഷൻ ഒരു ക്രെഡിറ്റും അസറ്റിനെല്ലാം ഒരു ഡെബിറ്റും ആണെന്നല്ലേ. സോ അസറ്റ് ഫിക്സഡ് സൺട്രി ഫിക്സഡ് അസറ്റ്സ് ഡെബിറ്റ് ചെയ്യണം. സൺട്രി ഫിക്സഡ് അസറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പല ഫിക്സഡ് അസറ്റ്സിന്റെ എല്ലാം കൂടെ ലിസ്റ്റ് എടുത്തിരിക്കുന്നതാണ്. അതിന്റെ ബ്രേക്കപ്പ് തന്നില്ല. ഇൻക്രീസ് ചെയ്ത് 30,000 രൂപ വെച്ചാണ്. സോ അത് മുഴുവൻ ഡെബിറ്റ് ചെയ്യുക. ഇനി ഇൻവെന്ററീസ് 10,000 വെച്ചിട്ടും ഇൻക്രീസ് ചെയ്യണം. സോ ഇൻവെന്ററിനെയും ഡെബിറ്റ് ചെയ്യുക. ഇൻവെന്ററീസ് account debit 10,000. Then we have bills payable dishonored 5,000 on 31st December 2015 but not recorded in books. അതായത് ബിൽസ് റിസീവബിൾ ഡിസോണർ ആയിരുന്നു, അത് ഇതുവരെ നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്തത്. ഡിസോണർ ഓഫ് ബിൽ വാസ് ഡ്യൂ ടു ഇൻസോൾവൻസി ഓഫ് ദ കസ്റ്റമർ. അപ്പോൾ ഇൻസോൾവൻസി ആണെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ട്രേഡ് റിസീവബിളിനകത്ത് ബിൽസ് റിസീവബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ഈ ബിൽസ് റിസീവബിൾ 5,000 ഡിസോണർ ആയാൽ അതിന്റെ അർത്ഥം ഈ ബില്ല് ഇനി എന്റെ അസറ്റ് ആയിട്ടില്ല, അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ട്രേഡ് റിസീവബിൾസ് കുറയണം. അപ്പൊ ട്രേഡ് റിസീവബിൾസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ആരെ ഡെബിറ്റ് ചെയ്യും? റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യും ടു ദ എക്സ്റ്റെന്റ് ഓഫ് 5,000. ഈ ഇൻസോൾവെന്റ് ആയതിനെ എഴുതി തള്ളുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. ബാഡ് ഡെറ്റ്സ് ആയിട്ട് എഴുതി തള്ളണമെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞാൽ എഴുതി തരണം, അല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യും. ഇവിടെ അങ്ങനെയൊന്നും എടുക്കേണ്ട കാര്യമില്ല. തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ബാഡ് ഡെറ്റ് ആയിട്ട് എഴുതി തള്ളിയാൽ മതി, അല്ലെങ്കിൽ ഈ ബിൽസ് ഡിസോണറിന്റെ എഫക്റ്റ് മാത്രം കാണിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ലയബിലിറ്റി ഇൻക്രീസ് ഡിക്രീസ് ഒന്നും പറയുന്നില്ല. പിന്നെ ക്യാപിറ്റൽ മെയിൻ്റനൻസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അടുത്ത എൻട്രി റീവാലുവേഷനിലേക്കുള്ള ക്രെഡിറ്റ് ഇത് രണ്ടും മാത്രമാണ്. അപ്പോൾ റീവാലുവേഷനിലേക്ക് ക്രെഡിറ്റ് എഴുതി ക്ലോസ് ചെയ്യാം 40,000. ഇനി ഡെബിറ്റ് ചെയ്യേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ആരെ ക്രെഡിറ്റ് ചെയ്യും? ട്രേഡ് റിസീവബിൾസിനെ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ കാരണം ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ലെഡ്ജറിനുള്ളിൽ ബി ആറിന്റെ എമൗണ്ട് കിടക്കുന്നത്. ബി ആർ എന്നൊരു സെപ്പറേറ്റ് ലെഡ്ജർ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ബി ആർ ലെഡ്ജറിലേക്ക് തന്നെ കാണിക്കും. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റൊരു ലെഡ്ജറായിട്ട് ബിൽസ് റിസീവബിൾ ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞത് കാരണം അങ്ങോട്ടേക്കായിരിക്കും അഡ്ജസ്റ്റ്. ദിസ് ഇസ് ഫോർ ദ ബി ആർ ഡിസോണർഡ്. ഇതിന് ശേഷം എല്ലാ റീവാലുവേഷനും കഴിഞ്ഞെങ്കിൽ വി ക്യാൻ ഫൈൻഡ് വെദർ ഇറ്റ്സ് എ പ്രോഫിറ്റ് ഓർ ലോസ്. ഇവിടെ ഇപ്പം 40,000 ക്രെഡിറ്റും 5,000 ഡെബിറ്റും എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ profit of 35,000. This 35,000 profit should be given to all partners including the retiring partner. So 35,000 to F's capital, G's capital and K's capital. In what ratio? In their old profit sharing ratio, which is 2/5, 2/5 and 1/5. So we can say 14,000, 14,000 and 7,000. ഇനി അതിനുശേഷം എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? അതിനുശേഷം പറയുന്നു എഫ് ആൻഡ് ജി എഗ്രി ടു ബ്രിങ് സഫിഷ്യന്റ് ക്യാഷ് ടു ഡിസ്ചാർജ് ക്ലെയിം ഓഫ് കെ ആൻഡ് ടു മേക്ക് ദ ക്യാപിറ്റൽ പ്രപ്പോർഷൻ. അപ്പൊ കെക്ക് നമ്മൾ പൈസ കൊടുത്തു വിടണം അല്ലെ. ഇവിടെ ലോൺ ആക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ കെക്ക് നമ്മൾ പൈസ കൊടുത്തു വിടണമെങ്കിൽ എത്ര എമൗണ്ട് ആണോ ക്യാഷ് കൊണ്ടുവരുന്നത് അത് അവർ കൊണ്ടുവരാൻ റെഡിയാണ്. അവരുടെ ക്യാപിറ്റൽ പ്രപ്പോർഷനേറ്റ് ആക്കും. പ്രപ്പോർഷനേറ്റ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ ബേസിലേക്ക് ക്യാപിറ്റലിനെ മാറ്റുകയാണ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും അവരുടെ ബാങ്ക് ബാലൻസ് എത്ര വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്? 75,000. ഇപ്പോൾ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? 50,000. ഏതെങ്കിലും എൻട്രിയിൽ നമ്മൾ ക്യാഷിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു എൻട്രി ഉണ്ടായിരുന്നു? ഒന്നും തന്നെ വന്നിട്ടില്ല. അതായത് ബാങ്കിൽ ഇപ്പോഴുള്ള ബാലൻസ്
50,000 ആണ്. Capital to be brought in or withdrawn, whatever to be brought in, എത്രയാണെന്ന് നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വേണമെങ്കിൽ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്താലും മതി. Now after all these transactions, after all adjustments, എന്തായിരിക്കും ക്യാപിറ്റൽ ബാലൻസസ് ഓഫ് F, G and K? After all adjustments written above, balance of capital will be as F, G and K. F ന്റെയും G ന്റെയും K, F 1,20,000, 80 and 60. അതൊന്ന് ഓർത്തേക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്ന 1,20,000 ആയിരുന്നു, 80 and 60. ഇനി ഇതിലേക്ക് ജേർണൽ എൻട്രീസിന്റെ ഒക്കെ എഫക്റ്റ് നോക്കാം. F 1,20,000ലേക്ക് എഫിന് വീണ്ടും ഒരു ക്രെഡിറ്റ് വന്നു. 1,20,000യുടെ കൂടെ 4,000. പിന്നെ എഫിന് ഒരു ഡെബിറ്റ് വന്നു 10,000. And then finally എഫിന് വീണ്ടും ഒരു ക്രെഡിറ്റ് വന്നു 14,000. So 1,28,000 ആണ് ക്യാപിറ്റൽ ബാലൻസ് ആഫ്റ്റർ റീവാലുവേഷൻ പ്രോഫിറ്റ്, അല്ല ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് 1,28,000. ജിയുടെയോ 80,000 ഉണ്ടായിരുന്നു, അതിലേക്ക് ഒരു 4,000 ക്രെഡിറ്റ് വന്നു, പിന്നെ ഒരു 14,000 ക്രെഡിറ്റ് വന്നു, അതായത് 98,000 റുപ്പീസ്. കെയുടെ കേസ് 60,000 ഉണ്ടായിരുന്നു, അതിലേക്ക് 60,000ന്റെ കൂടെ 2,000 ഒരു ക്രെഡിറ്റ് വന്നു, പ്ലസ് 10,000 ഗുഡ് വില്ലിന്റെ ഒരു ക്രെഡിറ്റ് വന്നു, ആൻഡ് ഫൈനലി 7,000 വന്നു, അതായത് 79,000. അപ്പോൾ ഈ 79,000 കൊടുത്തു വിടണമെങ്കിൽ ബാങ്ക് ബാലൻസിൽ നിന്ന് വേണം പൈസ കൊടുക്കാൻ അല്ലേ. പക്ഷെ ബാങ്ക് ബാലൻസ് എത്രയേ ഉള്ളൂ ഇപ്പോൾ? 50,000. അപ്പോൾ ബാങ്ക് ബാലൻസ് 50,000 എന്നുള്ളത് 50,000 എന്നുള്ളത് നിന്ന് കെക്ക് പൈസ കൊടുത്തു വിടണം. അതിനുവേണ്ടി എഫും ജിയും അതിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിയുമ്പോൾ ബാങ്ക് ബാലൻസ് എത്രയായിരിക്കണം? എക്സ്പെക്റ്റഡ് ബാങ്ക് ബാലൻസ് അല്ലെ ബാങ്ക് ബാലൻസ് ക്ലോസിംഗ് 75,000. പിന്നെ പറയുന്നത് ഈ പൈസ എഫ് ആൻഡ് ജി കൊണ്ടുവന്നതിന് ശേഷം ഇവരുടെ ക്ലോസിംഗ് ബാലൻസ് നോക്കുമ്പോൾ അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കണം ഓഫ് 3:2. അവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലും ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ 79,000 ആണ് കെക്ക് കൊടുത്തു വിടേണ്ടത്. അപ്പോൾ അത് ആരൊക്കെ കൊണ്ടുവരും? That will be given by F and G. അപ്പോൾ നമ്മൾക്ക് നോക്കാം, ഈ 50,000-ൽ നിന്ന് 79,000 കൊടുത്തു വിടണം. So 50,000-ൽ നിന്ന് 79,000 കൊടുത്തു വിടണം. അത് കഴിഞ്ഞിട്ട് എഫ് ആൻഡ് ജി കൊണ്ടുവരുന്നത് മാറ്റിക്കോട്ടെ, അത് മാറ്റി വെക്കാം. ബാങ്ക് ബാലൻസ് 75,000 ആയിരിക്കണം. അപ്പോൾ ഇതായിരിക്കണം പൊസിഷൻ എങ്കിൽ വാട്ട് ഷുഡ് ബി ബ്രോട്ട് ഇൻ കളക്റ്റീവ്ലി ബൈ എഫ് ആൻഡ് ജി? They should bring how much? Collectively they should bring 1,04,000. അവർ 1,04,000 കൊണ്ടുവന്നാൽ മാത്രമാണ് ഓപ്പണിംഗ് ബാലൻസ് ഉള്ള 50,000-ൽ നിന്ന് 79,000 പോയി ഇവര് കൊണ്ടുവരുന്ന 1,04,000 കൂടെ നോക്കി കഴിയുമ്പോൾ ടോട്ടലി 75,000 ആവുന്നത്. ഇവര് കൊണ്ടുവരുന്ന 1,04,000 രൂപ എങ്ങനെ വേണം കൊണ്ടുവരാൻ? They should bring in 1,04,000 together, but in what ratio? In such a way that after they bring in the amount, ഇവരുടെ capital എന്തായിരിക്കണം? Their closing capital should be in their proportionate 3:2 ratio. So 1,04,000 അവർ എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. So if the closing capital should be in 3:2 ratio, അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? 1,04,000 ടോട്ടലി കൊണ്ടുവരണം നമ്മൾക്കറിയാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റുക? 1,04,000 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. Then we will not get the answer. So how will you split it?
For that, let us open another working mode to find out the closing capital of the firm. കാരണം നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചൊരു അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സസിൽ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അക്കൗണ്ടിങ് ഇക്വേഷൻ. അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നുള്ളത്. ആ ഇക്വേഷൻ വെച്ചിട്ട് അസറ്റ് ആൻഡ് ലയബിലിറ്റി ക്ലോസിംഗ് ഡേറ്റിൽ നമ്മളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കില്ലേ. അപ്പോൾ അസറ്റ്സ് നോക്കുക എന്തൊക്കെ ഉണ്ടായിരുന്നു. അസറ്റ്സ് സൺട്രി ഫിക്സഡ് അസറ്റ്സ് 1,15,000 1,80,000 ആക്കാൻ പറഞ്ഞു. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിലെ balance sheet in the information as on 31st December 15 after case retirement. ഇതൊക്കെ ബ്രാക്കറ്റിൽ എഴുതുന്നതാണ്. ആഫ്റ്റർ കേസ് റിട്ടയർമെന്റ്, ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് സി എന്നുള്ളത് നിങ്ങൾ ബാലൻസ് ഷീറ്റിന്റെ ഹെഡിങ്ങിൽ എഴുതുക കേട്ടോ. അപ്പോൾ സൺട്രി ഫിക്സഡ് അസറ്റ്സ് 1,80,000 1,50,000 പ്ലസ് 30,000 എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇൻവെന്ററി ഇൻഫർമേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇൻവെന്ററി 50യുടെ കൂടെ 10,000 ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. സോ 50,000 പ്ലസ് 10,000 that is 60,000. Then we had trade receivables. Trade receivables was 70,000 and അതിൽ 5,000 ആണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തത്. So 70,000 minus 5,000 is going to be 65,000. Then finally bank balance. Bank balance ഉം ക്ലോസിംഗിൽ എത്ര വേണമെന്ന് നമ്മൾക്കറിയാം, 75,000 അല്ലേ. അതിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് വർക്കിംഗ് നോട്ട് പോലെ. അവസാനം അത്ര വേണമെന്ന് അവർ എഗ്രി ചെയ്യുന്നുണ്ട്. So bank balance will be 75,000. So that information also we have. Then we have liabilities. റിസർവ് ഓൾറെഡി ക്യാപിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ ഇനി റിസർവ് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. ട്രേഡ് പേയബിൾസ് എഴുതണം, വിച്ച് ഇസ് 50,000. സോ ബാലൻസ് ഷീറ്റിലെ ട്രേഡ് പേയബിൾസും നമ്മൾ എഴുതി 50,000. അങ്ങനെയാണെങ്കിൽ ഇത് ടാലി ആകണമെങ്കിൽ വാട്ട് ഷുഡ് ബി ദ റിമൈനിങ് തിങ്? ഇറ്റ് ഷുഡ് ബി റിമൈനിങ് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടേണ്ടത് ക്യാപിറ്റൽ ആയിട്ട്. ആൻഡ് ഹൗ മച്ച് ഇസ് ദാറ്റ്? ദാറ്റ് വിൽ ബി 1,80,000 plus 60,000 plus 65,000 plus 75,000. 3,80,000 minus 50,000. അതായത് ക്യാപിറ്റൽ ടോട്ടലി വരേണ്ടത് 3,30,000. ആൻഡ് ആരൊക്കെയാണ് ഇനി പുതിയ പാർട്ട്ണർഷിപ്പ് ഫേമിൽ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് ആയിട്ട് ഉണ്ടാവാൻ പോകുന്നത്? എഫും ജിയും. അപ്പോൾ ഈ 3,30,000 ആണ് ഇവർ രണ്ടുപേരുടെയും കൂടെ ക്യാപിറ്റൽ ആയിട്ട് ചേർന്ന് വരേണ്ടത്. അതിനെ അപ്പോൾ ഏത് റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്? ഇൻ ദർ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് 3:2. Therefore 3,30,000 into 3/5 ചെയ്താൽ എഫ് ഹോൾഡ് ചെയ്യേണ്ട ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾക്ക് കിട്ടില്ലേ? 1,90,000. ആൻഡ് വാട്ട് അബൌട്ട് ജി? 1,32,000. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് ഇൻ 3:2 റേഷ്യോ. സോ നൗ വി ക്യാൻ സേ ദാറ്റ് 1,28,000 നിന്ന് ക്ലോസിംഗിലേക്ക് എന്തായി മാറണം? 1,98,000 ആണ്. അതാണ് 3:2 റേഷ്യോയിൽ വന്നിരിക്കുന്നത്. ആൻഡ് ജി ന്റെ 1,32,000. അപ്പോൾ ഈ ഒരു എമൗണ്ടിലേക്ക് ക്യാപിറ്റൽ എത്തണമെങ്കിൽ അവർ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരണം. അതപ്പോൾ എത്രയുണ്ട്? ഡിഫറൻസ് നോക്കിയാൽ കിട്ടില്ലേ? 70,000 ആൻഡ് 34,000. Now try the total of these two amounts. 70,000 and 34,000, 1,04,000, which you have already got. So ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കാൽക്കുലേഷൻ നടത്തുക. അപ്പോൾ നമ്മൾക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഇവർ കൊണ്ടുവരുന്ന അഡീഷണൽ ക്യാപിറ്റൽ. ക്യാഷ് ബാങ്കിലേക്കാണ് വരുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ബാങ്കിലേക്ക് ഡെബിറ്റ് ആണ് 1,04,000. ആൻഡ് ക്രെഡിറ്റ് ഹോം. ക്രെഡിറ്റ് F's capital 70,000 and G's capital 34,000. And then the next step will be ഈ കിട്ടിയ ബാങ്ക് ബാലൻസും ഓൾറെഡി ഉള്ളതും ചേർത്ത് ആരുടെ പൈസ കൊടുത്തു വിടണം? കെയുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ കൊടുത്തു വിടണം. K's capital account which was found out as 79,000. ആ 79,000 നമ്മൾ അവർക്ക് അപ്പോൾ കൊടുത്തു വിടും to bank. And after this ആണ് ബാങ്ക് ബാലൻസ് 175,000ലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ പുറകിൽ നിന്ന് ഒരു മിസ്സിംഗ് ഫിഗർ കമ്പ്യൂട്ടേഷൻ ആണ് നടത്തിയിരിക്കുന്നത്. കോൺസെപ്ച്വലി അഡ്മിഷൻ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അഡ്മിഷന്റെ സമയത്ത് ബിസിനസ്സിലേക്കാണ് പൈസ വരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ അങ്ങോട്ട് കൊടുത്തു വിടുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസ്
ആലോചിച്ചിട്ടുള്ളൂ. അപ്പോൾ some questions please go ahead and try on your own. ഈ ഒരു ലോജിക് ഒക്കെ വെച്ച് we cannot work out every question. നമ്മൾ important ആയിട്ടുള്ള questions എല്ലാം ചെയ്തിട്ടുണ്ട്. And now we will take illustration number 6 from the study material because it has both retirement and admission. അപ്പോൾ ഇൻഡിപെൻഡ് നമ്മൾക്ക് ഒരു ബിസിനസ്സിൽ ഒരാളെ അഡ്മിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, റിട്ടയർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ റിട്ടയർമെന്റ് നടന്നാൽ ഒരാളെ അഡ്മിഷൻ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. We will have all situations. So here is a question wherein we have both retirement and admission. ഒരാൾ റിട്ടയർ ആകുന്നു, മറ്റൊരാളെ അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വന്നു വരിക്കാം. So let us take up that question, and for that please go to illustration number 6. Other questions you give it a try on your own. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ you can ask me as doubts and we can clear it. Yeah? But let's take up illustration number 6. ഇനി അതിന് മുൻപ് പറയുന്ന കോൺസെപ്റ്റ് ആ ലോണിനെ കുറിച്ചാണ്. അതായത് ഫുൾ പേയ്മെന്റ് കൊടുത്തു വിടുന്നില്ല. ഈ തൊട്ട് മുൻപത്തെ തന്നെ പറയാം, ഇത് ഫുൾ പേയ്മെന്റ് നടത്തുന്നില്ല. ഇപ്പൊ 79,000 ആണ് അയാൾക്ക് കൊടുത്തു വിടേണ്ടത് അല്ലെ. എങ്ങാനും ക്വസ്റ്റ്യനിൽ പറയുകയാണ് 29,000 ക്യാഷ് ആയിട്ട് കൊടുത്താൽ മതി, ബാക്കി 50,000 രൂപ അയാൾ ലോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ we will write to ബാങ്ക് 29,000 ബാക്കി നമ്മൾ എന്താക്കി മാറ്റി, ലോൺ ആക്കി മാറ്റി. എന്നിട്ട് ഈ ലോണ് ഒരു ലയബിലിറ്റി പോലെ എൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണും. അതിന് എല്ലാ മാസവും അല്ലെ എല്ലാ വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് ലോൺ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് റീപേയ്മെന്റ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആപ്റ്റ് ആയിട്ടുള്ള എൻട്രീസും പോസ്റ്റിങ്സും നടത്തിക്കൊള്ളും. So now let us take up the illustration number 6 that we had mentioned. X is a partnership firm. Mrs. X is a partnership firm with the partners A, B, and C sharing profits and losses in ratio 3:2:5. Balance sheet of the firm as on 30th June തന്നിട്ടുണ്ട്. എല്ലാവരുടെയും ക്യാപിറ്റൽ ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു. It was mutually agreed that B will retire from partnership and in his place D will be admitted as a partner with effect from 1st July. തൊട്ടടുത്ത ദിവസം തൊട്ട്. For this purpose the following adjustments are to be made. അപ്പോൾ നമ്മൾ റിട്ടയർമെന്റിൽ പഠിച്ചതും അഡ്മിഷനിൽ പഠിച്ചതും രണ്ടും ഓർത്തിരിക്കും. രണ്ടിന്റെയും കളക്റ്റീവ് എൻട്രീസ് അല്ലെ എഫക്റ്റ് ആയിരിക്കും നമ്മളിവിടെ കാണിക്കാൻ പോകും. Goodwill of the firm is to be valued at 2 lakhs due to the firm's locational advantage, but the same will not appear as an asset in books of reconstituted firm. Buildings and plant and machinery are to be revalued at 90% and 85% of respective balance sheet values. Investments are to be taken by the retiring partner at 25,000. Trade receivables are considered good only up to 90% of balance sheet figure. Balance be considered bad. In the reconstituted form, the total capital will be 3 lakhs, which will be contributed by A, C and D in their new profit sharing ratio 3:4:3. The amount due to retiring partner shall be transferred to his loan account. Prepare revaluation account and partners capital account. So illustration number 6. Revaluation account prepare ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് and partners capital account also. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഇവിടെ 4 പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് വേണം. അതായത് അഡ്മിറ്റ് ആവുന്ന പുതിയ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും വേണം, പഴയ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും വേണം. A, B, C and D. And opening capital balances കൂടെ ഒന്ന് എഴുതി. A, B 1,04,76 and 1,40. ഡിക്ക് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, കാരണം അയാൾ ഇനി അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സോ therefore no entry for him. ഇനി നമ്മൾക്ക് ഓരോന്നായിട്ട് റീവാലുവേഷൻ ഒക്കെ ട്രീറ്റ് ചെയ്യാം. ഗുഡ്വിൽ ഓഫ് ദ ഫേം, ഗുഡ്വിൽ നമ്മൾക്ക് എഴുതാം. അതിന് മുൻപ് റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്ര നമ്മൾക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യും. കാരണം ഗുഡ്വിൽ അക്കൗണ്ട് എന്തായാലും ക്യാപിറ്റലിനല്ലേ എഫക്റ്റ് ചെയ്യുള്ളൂ. സോ വി കൻ ഡു ഇറ്റ് ആസ് നെക്സ്റ്റ് ഫോം. Buildings and plant and machinery are to be valued at 90 and 85%. അപ്പോൾ റീവാലുവേഷൻ ഉദ്ദേശിക്കുന്ന ഡൗൺവേർഡ് റീവാലുവേഷൻ ആണ്, രണ്ടിൻ്റെയും വാല്യൂ പറയണം. ബിൽഡിംഗ് 90%, അപ്പോൾ 2 lakhനെ 90% ആയിട്ടേ കാണിക്കാൻ പാടുള്ളെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ഓഫ് 10%.
which is going to be 20,000 rupees. So revaluation debit to building 2 lakh in the 10%, which is going to be 20,000 rupees. Then add to the plant and machinery 85%. So 3 lakh 80. Plant and machinery 85% കാണിക്കാൻ പാടുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം plant and machinery value കുറയുകയാണ്. So 3 lakh 80, 83% കാണിക്കാൻ പാടുള്ള 85%. Then that means you have to write off 15%. So 3 lakh 80,000 into 15%, 57,000 rupees. Then investments are to be taken over by the retiring partner. അതായത് അയാളുടെ പേയ്മെന്റിനൊക്കെ അഗൈൻസ്റ്റ് ആയിട്ട് അയാൾ ഇൻവെസ്റ്റ്മെന്റ്സ് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ദ ഫേം. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ്സ് അയാൾ എടുത്തുകൊണ്ട് പോകുന്നത് 25,000-നാണ്. അപ്പോൾ 25,000-നാണെങ്കിൽ ബുക്സിലേക്ക് നോക്കുക, ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് 22,000 ഉള്ളൂ. അപ്പോൾ അയാൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ 25 എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഫസ്റ്റ് യു ഷുഡ് ബ്രിങ് ദർ ഇൻവെസ്റ്റ്മെന്റ്സ് ടു 25,000 അല്ലേ, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ആൻ അപ്രിസിയേഷൻ. സോ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യും ടു ദ എക്സ്റ്റെന്റ് ഓഫ് 3,000. നൗ ഇഫ് ഹി ഡിഡ് നോട്ട് ടേക്ക് ഇറ്റ് ഓവർ, ഈ ഇൻവെസ്റ്റ്മെന്റ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കണ്ടേനെ. ഇനി അയാൾ എടുത്തുകൊണ്ട് പോകുന്നത് കാരണം എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്? We will credit investment 25,000 എന്നിട്ട് ആ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കും. That we will show. So maybe we can fill in that now itself. ഇൻവെസ്റ്റ്മെന്റ്സിനെ ആദ്യം റീവാല്യൂ ചെയ്തു, എന്നിട്ട് 25,000-ലേക്ക് എത്തിച്ചതിന് ശേഷം ഇത് ബി ടേക്ക് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ എൻട്രി എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന് ഓൾറെഡി ഡെബിറ്റ് ആണ്, അത് ക്രെഡിറ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റിനെ ക്രെഡിറ്റ് ചെയ്യും, എടുത്തുകൊണ്ട് പോകുന്ന പാർട്ട്ണറിനെ ഡെബിറ്റ് ചെയ്യും. സോ 2 ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് നമ്മൾ എഴുതി ആരുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് കാണിക്കും? 25,000. ടേക്ക് ഓവർ ചെയ്യുന്നത് ബി എന്ന് പറയുന്ന റിട്ടയറിംഗ് പാർട്ട്ണറാണ്. സോ അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കാണിക്കും. ഹി ഈസ് ദ റിട്ടയറിംഗ് പാർട്ട്ണർ. സോ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫുൾ എഫക്റ്റ് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളോട് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിന് ശേഷം ട്രേഡ് റിസീവബിൾസ് ആർ കൺസിഡർഡ് ഗുഡ് only up to 90% of balance sheet figure, balance be considered bad. സോ ഇവിടെയും പറയുന്നത് ബാഡ് ഡെറ്റ് ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ട്രേഡ് റിസീവബിൾസ് എഴുതി തള്ളാം. സോ ട്രേഡ് റിസീവബിൾസ് 1,39,000 into 90%. സോ 10% ആണ് എഴുതി കളയേണ്ടത്. സോ therefore to trade receivables, because ഇവിടെ എസ്റ്റിമേറ്റഡ് അങ്ങനെയൊന്നുമല്ല പറയുന്നത്, എസ്റ്റിമേറ്റഡ് considered good only up to 90% ബാലൻസ് ഷീറ്റ്സ് ഒന്നെങ്കിൽ റീവാലുവേഷൻ ആയിട്ട് ഫുൾ ബാഡ് ഡെറ്റ്സ് ആയിട്ട് എഴുതി തള്ളുന്നതായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ പ്രൊവിഷൻ കാണിക്കാം. ഐ കൺസിഡർ ഇറ്റ് ആസ് ഫുള്ളി റൈറ്റ് ഓഫ്. സോ ട്രേഡ് റിസീവബിൾസ് 1,39,000-ന്റെ 10% നമ്മൾ ബാഡ് ഡെറ്റ്സ് ആയിട്ട് എഴുതി തള്ളും, അല്ലെങ്കിൽ ബാഡ് ഡെറ്റ്സ് എന്ന് ബ്രാക്കറ്റിനും കൂടെ എഴുതിക്കൊള്ളുക, ബാഡ് ഡെറ്റ്സ്. സോ amount will be 13,900. So after this, go back to balance sheet, the reconstruct. അത്രയും പറയുന്നുള്ളൂ റീവാലുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾക്ക് ഇനി ക്ലോസ് ചെയ്യാം. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ? ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് ലോസ്. സോ therefore 13,900 plus 57,000 plus 20,000 minus 3,000, 87,900 ആണ് ലോസ് വരുന്നത്. That will be given to all partners including retiring partner, but not to the new partner. കാരണം അഡ്മിഷൻ വന്ന ആൾക്ക് ഇതിന്മേൽ ഒരു അവകാശവും ഇല്ല, അല്ലെങ്കിൽ അയാൾ ആ നഷ്ടം സഹിക്കേണ്ട കാര്യമില്ല. He was never a partner at the time of all these revaluations happening അല്ലേ. So therefore ഈ ലോസ് നമ്മൾ ആരിലേക്ക് മാത്രമാണ് കൊടുക്കുന്നത്? ഈ ഇവന്റ് ഈ റീവാലുവേഷന്റെ സമയത്ത് പാർട്ട്ണർ ആയിട്ടുണ്ടായിരുന്നു, which was only A, B and C, including retiring partner but excluding admitting partner. Significant loss. So therefore A, B and C അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, ദാറ്റ് വാസ് 3:2:5 റേഷ്യോയിൽ വേണം നമ്മൾ അവർക്ക് ഈ ലോസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ. സോ 87,900 divided by 3, 26,370,
17,580 and 43,950. So, this loss we will write off. Then revaluation we will close and we will post it to the respective capital account. So, since it's a loss, it will be debited to partner's capital account. Revaluation account is the loss of A 26,370, B 17,580 and C 43,950. D ക്ക് ഇതിന്റെ ഒന്നും ഷെയർ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ളത് ഡീനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാൾ കൊണ്ടുവരുന്ന പൈസയും പിന്നെ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് ഗുഡ്വില്ല് ഒന്ന് കണ്ടുപിടിക്കാം. ഗുഡ്വിൽ ഓഫ് ദ ഫേം ഇസ് ടു ബി വാല്യൂഡ് അറ്റ് 2 lakhs എന്നാണ് പറയുന്നത്. But the same will not appear in as an asset in the books of reconstituted firm. And reconstituted C എത്ര ഷെയർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു എന്നും പറയുന്നില്ല. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം 3 lakhs എന്നാണ് പറയുന്നത്. So let's compute goodwill and the capital. Total capital of firm, total capital of reconstituted firm is firm should be 3 lakh and that should be split by the existing partners then at A, C and D in the new profit sharing ratio 3:4:3. അപ്പോൾ നമ്മൾക്ക് ഈ 3 lakh കാണിക്കേണ്ടത് A, C and D. D ആണ് റിട്ടയർ ആയി പോയത് അല്ലേ. in 3:4:3. 3, 4 and therefore we can say A the closing capital should be 90,000, C the 1,20,000 and D the 90,000. Yeah. Ini D will be admitted as a partner. പക്ഷെ D എന്തെങ്കിലും ക്യാപിറ്റലിലേക്ക് എത്ര കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്, ഒരിടത്തും പറയുന്നില്ല അല്ലേ. അപ്പോൾ അതിന്റെ അർത്ഥം D എത്രയാണ് കൊണ്ടുവന്നത് നമുക്കറിയില്ല. എന്നാൽ ഡിയുടെ ക്യാപിറ്റൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിയുമ്പോൾ 90,000 വേണം ഉണ്ടാവാൻ. സോ therefore അയാൾ എത്രയായിരിക്കണം ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടത്, അതിന് നമ്മൾ എന്തും കൂടെ കണ്ടുപിടിക്കണം. D's share of goodwill which will be adjusted to the sacrificing and gaining partners അല്ലേ. അപ്പം നമ്മൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഗെയിനിങ് പാർട്ട്നേഴ്സിന്റെ റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കാം. ഗെയിനിങ് റേഷ്യോ എയുടെ ഗെയിനിങ് റേഷ്യോ എത്രയായിരിക്കും? എക്ക് പുതിയ ഷെയർ എന്ന് പറയുന്നത് 3/10 പഴയ ഷെയർ 3/10 തന്നെയാണ്. 3/10. So is there any gain for A? No gain. Now what about B? B was retiring, so he doesn't have any gain, he is only having sacrifice. So what about C? C's old share was 5/10. 5/10 and his new share is 4/10. Sorry, I've written it incorrectly. ആദ്യമേ old share ആണ് എഴുതിയിരിക്കുന്നത്. C's new share is 4/10 and old share was 5/10 അല്ലേ. So therefore minus 1/10, അതായത് ഗെയിനിങ് റേഷ്യോ ഫോർമുല വെച്ച് ചെയ്തപ്പോൾ സിക്ക് ഒരു നെഗറ്റീവ് ആണ് കിട്ടിയെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എ സാക്രിഫൈസ് ഓഫ് സി. ആൻഡ് വാട്ട് അബൌട്ട് ഡി? ഡിക്ക് ഫുള്ളി ഗെയിൻ ആണ് വന്നിരിക്കുന്നത്. ഡിയുടെ ഗെയിൻ എത്രയാണ്? 3/10. ദിസ് ഇസ് ഫുള്ളി ഗെയിൻ. സോ നൗ ക്യാൻ യു സേ ആരൊക്കെയാണ് ഗെയിനിങ്ങും ആരൊക്കെയാണ് സാക്രിഫൈസിങ്ങും? ഇവിടെ ബിയുടെ കാര്യവും കൂടെ എഴുതിയേക്കാം. ബിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഓൾഡ് ഷെയർ എത്രയായിരുന്നു? 2/10. ന്യൂ ഷെയർ അയാൾക്ക് ഷെയർ ഇല്ല, അപ്പോൾ 0 എന്ന് വെച്ചിട്ട് എഴുതാം. ഓൾഡ് ഷെയർ വാസ് 2/10. സോ ഹിസ് സാക്രിഫൈസസ് 2/10. ഫുൾ ഷെയർ അയാൾ സാക്രിഫൈസ് ചെയ്യുകയാണ്. സോ ഇഫ് യു സീ the sacrifice is done by ആരൊക്കെയാണ്? sacrifice by B and also C. അതിൽ B റിട്ടയർ ചെയ്യുന്നു, C പക്ഷെ കണ്ടിന്യൂ ചെയ്യും.
ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. എക്ക് രണ്ടിലും ഒരു എഫക്റ്റും വന്നിട്ടില്ല. അയാൾക്ക് ഗെയിനും ഇല്ല ലോസും ഇല്ല. അപ്പോൾ അയാൾ ഈ ഒരു കേസിൽ സൈലന്റ് ആണ്. അപ്പോൾ രണ്ടുപേര് സാക്രിഫൈസ് ചെയ്തതിന്റെ ഗെയിൻ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? സാക്രിഫൈസ്ഡ് ബൈ ബി ആൻഡ് സി ആൻഡ് ഗെയിൻഡ് ബൈ ഡി ടു ദ എക്സ്റ്റെന്റ് ഓഫ് 3/10. So D gained 3/10 and B and C put together lost 2/10 and 1/10. അപ്പോൾ ആരാണ് ഈ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്? ഗെയിനിങ് പാർട്ട്ണറായ ഡി കോമ്പൻസേറ്റ് ചെയ്യണം. ആർക്കൊക്കെയാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ആയ ഡിക്കും സിക്കും. സോ ലെറ്റ് us now compute what will be D's, അതായത് ഗെയിനിങ് പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ. How much is that? That is 3/10 അല്ലേ? So total goodwill of the firm എത്രയായിരുന്നു? So 2 lakh ആണ് total goodwill of the firm. So total goodwill of the firm 2 lakh ആണെങ്കിൽ D share of goodwill എത്രയാണ്? അയാളുടെ ഗെയിൻ ആയ 3/10, that is 60,000 rupees. This 60,000 rupees should be given to the sacrificing partners B and C as 2/10 and 1/10. That is 60,000 2/10 അല്ല, സോറി, സാക്രിഫൈസിങ് റേഷ്യോയിലാണ് എഴുതേണ്ടത്, which is 2:1 among B and C. That is 2:1, 2/3 and 1/3. So 60,000 by 40,000 to 20,000. 2/10 പിന്നെ ഫ്രാക്ഷൻ വേണ്ടത്, ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞ് ഡിനോമിനേറ്റർ സെയിം ആവാൻ വേണ്ടിയാണ് എഴുതിയത്. അതിനുശേഷം ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ എന്നാണ് നമ്മൾ പറഞ്ഞത്, വിച്ച് ഇസ് 2:1. അപ്പോൾ 2:1 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. സോ ഡിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നോക്കിയാൽ 60,000. ഈ 60,000 എമൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഡിയുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര വേണ്ടത്? 90,000. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ഡി എത്ര കൊണ്ടുവരണമായിരുന്നു? ഈ 60,000 ഡിയുടെ ക്യാപിറ്റലിലേക്ക് ഒരു ഡെബിറ്റ് ആണ്. ഈ ഡെബിറ്റിന് ശേഷവും ക്ലോസിംഗ് ക്യാപിറ്റൽ 90,000 ആണെങ്കിൽ ഡി ഷുഡ് ബ്രിങ് ഇൻ 1,50,000. സോ therefore ബാങ്കിലേക്ക് ഡി കൊണ്ടുവന്നത് 1,50,000. ഈ എൻട്രിക്ക് ശേഷം ഗുഡ്വില്ലിന്റെ എൻട്രിയും കൂടെ നമ്മൾ എഫക്ട് ചെയ്യണം. ഗുഡ്വില്ലിന്റെ എൻട്രിയിൽ ഡിക്ക് ഒരു ഡെബിറ്റ് വരും, ബിക്കോസ് ഹി വാസ് ഗെയിനിങ് അൾട്ടിമേറ്റ്ലി ബിക്കോസ് ഓഫ് B's capital and C's capital. Bക്ക് എത്രയാണ് അയാൾ കൊടുത്തത്? Bക്ക് കൊടുത്തത് 40,000 Cക്ക് 20,000. And in credit of capital accounts, because of D's capital എന്ന് പറഞ്ഞ് Bയുടെയും Cയുടെയും അക്കൗണ്ടിൽ 40 and 20 ക്രെഡിറ്റ് വരും. അപ്പോൾ ഈ എൻട്രി ഡിയുടെ സൈഡ് നോക്കിയാൽ 1,50,000 ക്രെഡിറ്റ് വന്നു, ഒരു 14, 20, 60 ഡെബിറ്റും വന്നതിന് ശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 90,000 rupees. അതാണ് നമ്മളോട് ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത്. 3 ലക്ഷം രൂപയാണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം വേണ്ടത്. അപ്പോൾ ഡിക്ക് കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ ഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഷെയർ എത്രയാണ്? 90,000. ആ ഒരു രീതിയിലാണ് നമ്മൾ ഗുഡ്വിൽ കമ്പ്യൂട്ടേഷനിലേക്കും അയാൾ എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നുള്ളതിലേക്കും അറൈവ് ചെയ്യുന്നത്. So maybe we can say therefore D should bring in capital 90,000 plus 60,000. Adjustment കൂടെ കഴിഞ്ഞിട്ടപ്പോൾ 1 lakh. So ഇനി ഡിയുടെ ക്യാപിറ്റൽ നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി ആരുടെയൊക്കെ ക്യാപിറ്റലാണ് പെൻഡിങ് ഉള്ളത്? എ, ബി, സി. ബി റിട്ടയർ ചെയ്ത് പോവുകയാണ് അല്ലേ? സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിക്ക് ഫുള്ള് എമൗണ്ടും അയാളുടെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ബിയുടെ ലെഡ്ജർ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. ബിയുടെ ക്രെഡിറ്റിൽ 76 plus 40 ഉണ്ട്. അതിൽ നിന്ന് 25,000 പോയി ആൻഡ് 17,580 പോയാൽ ബാക്കി 73,420 ആണ്. അത് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? They asked us to transfer it to something called B's loan account as balance income. അപ്പോൾ ബിയുടെ ലെഡ്ജർ നമ്മൾ 73,420 ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റും. എന്നിട്ട് ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചിരുന്നെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് ബിനെ എടുത്ത് മാറ്റി ബിയുടെ ലോൺ എന്ന് പറഞ്ഞ് ലയബിലിറ്റി ആയിട്ട് കാണിച്ചു. So B's account is done. Now what about A and B? Aയുടെ ക്രെഡിറ്റിലുള്ളത് 1,04,000 ആണ് ആൻഡ് ഡെബിറ്റിൽ ഒരു റിസർവിന്റെ റീവാലുവേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് 26,370, which means his closing will be only 77,630.
40. പക്ഷെ എത്രയാണ് അയാൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 90,000. So in order to ensure that his closing capital will be 90,000, ഇവിടെ ആ ഒരു പോയിന്റ് അഡീഷണലി പറയുന്നില്ല എന്നേ ഉള്ളൂ. അതായത് ക്യാപിറ്റൽ പ്രപ്പോർഷനേറ്റ് ടു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് which will be contributed specifically പറയുന്നുണ്ട് അല്ലേ, which will be contributed അല്ലെ ക്യാഷ് ബ്രോട്ട് ഇൻ ക്യാഷ് വിഡ്രോവൽ ഇനി പറഞ്ഞില്ലെങ്കിൽ കൂടി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാക്കാൻ പറയുകയാണെങ്കിൽ if there is any shortfall they will have to bring in additional cash. If there is any excess, അതായത് ക്ലോസിംഗ് ബാലൻസസ് എക്സസ് വരുന്നുണ്ടെങ്കിൽ വിഡ്രോവൽ ആയിട്ട് നമ്മൾ തന്നെയാണെങ്കിലും കാണിക്കണം. സോ നമ്മൾക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഈ ക്ലോസിംഗ് ബാലൻസസ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എഴുതാം. അതിൽ A 90,000 മെയിൻറ്റെയിൻ ചെയ്യണം, ബി എന്തായാലും നമ്മൾ ക്ലോസ് ചെയ്തു, സി 1,20,000 മെയിൻറ്റെയിൻ ചെയ്യണം, ആൻഡ് ഡി 90,000 മെയിൻറ്റെയിൻ ചെയ്യണം. ഡിയുടെ കേസ് ഓൾറെഡി ടാലി ആയി, കാരണം ഈ ഒരു 90,000 ബേസ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഡിയുടെ ലെഡ്ജറും ക്ലോസും എയുടെയും സിയുടെയും ആണ് നോക്കുന്നത്. എക്ക് 77,630 വരുന്നത്, അതായത് ഒരു ഷോർട്ട് ഫോൾ വരും ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 12,370. that he should bring in as additional capital brought in order to ensure that his closing capital becomes 90,000. So 12,370 A കൊണ്ടുവരും. Now what about C? C യുടെ ക്രെഡിറ്റിൽ 1,60,000 minus 43,950 എന്ന് പറയുമ്പോൾ 1,16,050 വരുന്നുണ്ട്. But he should maintain 1,20,000, which means he has to bring in additional capital of 3,950. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമാണ് അവരുടെ ക്ലോസിംഗ് ക്യാപിറ്റൽസ് ഈ ഒരു ലെവലിലേക്ക് എത്തുകയുള്ളൂ. So with that we complete partners capital account also. ഇനി ബാലൻസ് ഷീറ്റ് ചോദിക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡി കൊണ്ടുവന്ന എമൗണ്ടും എയും സിയും കൊണ്ടുവന്ന എമൗണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്ത് വേണം. So this is a question wherein both retirement and admission happens on same day. Yeah. So I hope it is clear. അപ്പോൾ ഇനിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സ്റ്റഡി മെറ്റീരിയലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ആയിട്ട് എടുത്തോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. ഇനി ഈ സ്റ്റഡി മെറ്റീരിയൽ റിട്ടയർമെന്റിന്റെ കൂടെ തന്നെ ജോയിന്റ് ലൈഫ് പോളിസിയുടെ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ ദാറ്റ് ഈസ് ഗോയിങ് ടു കം ഇൻ ഡെപ്ത് of partner chapter. So I am going to take JLP as part of death of a partner chapter, but it will get applied even in reevaluation, so retirement case also. അപ്പോൾ ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഏത് സിറ്റുവേഷനിൽ വന്നാലും സെയിം ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. So I am going to wind up retirement class and we have one pending class for death in which we will complete death and JLP also. Yeah. So any doubts, to let me know. So till we meet again, stay safe and happy.